ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതയായ, നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശ്രീമതി സിനി രാജേഷ് ആണ്. ശ്രീമതി സിനി രാജേഷ് കൗൺസിലിംഗ് രംഗത്ത് വളരെയധികം തിരക്കേറിയ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ആധ്യാത്മിക പ്രഭാഷക എന്ന നിലയിലും നല്ല തിരക്കേറി വരുന്ന ഒരു, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നമ്മുടെ സമിതിയുടെ ഒരു അംഗം കൂടിയാണ്. ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇരിങ്ങാലക്കുട ജില്ലാ പാഠശാല കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മാർഗനിർദ്ദേശം തരാൻ പറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൗൺസിലിംഗ് രംഗത്ത് ഇപ്പോൾ ധാരാളം കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മൾക്കും എന്ത് ആവശ്യത്തിനും സമീപിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി സിനി രാജേഷ്. വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, അഭിമാനത്തോടെ ശ്രീമതി സിനി രാജേഷിനെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം ഈ വളരെ കാലിക പ്രസക്തിയുള്ള നവരാത്രി പ്രാധാന്യത്തെ കുറിച്ചാണ്. അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് നമുക്ക് മാഡം പറഞ്ഞു തരുന്നതാണ്. വളരെ സ്നേഹത്തോടെ വീണ്ടും ശ്രീമതി സിനി രാജേഷിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീമതി സിനി രാജേഷ്. നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഗുരുശ്രേഷ്ഠ പാദങ്ങളിലും എൻ്റെ നമസ്കാരം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഗുരുക്കന്മാരാ, അധ്യാപകരാണല്ലോ. നമ്മൾ കുറേ വർഷമായിട്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ നവരാത്രി ആചരണങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട്. ഇന്നത്തെ തലമുറയിലെ ആളുകളെക്കാൾ പഴയ തലമുറയിലുള്ളവർ കൂടുതൽ നല്ല വ്യക്തമായിട്ട് തന്നെ ആചരണങ്ങളൊക്കെ നടത്തി വരാറുണ്ട്. എങ്കിലും നമുക്കതിൻ്റെ, നിങ്ങൾക്കൊക്കെ അറിവുള്ളവരാട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ അറിവുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അറിവുള്ളവർ, സംസാരിക്കുന്നവരും, ആരിൽ നിന്നാണോ അറിവ് മറ്റൊരാളിലേക്ക് പകരുന്നത് അത് കേൾക്കുന്നവരും ഒരേപോലെ അറിവിൽ ശ്രേഷ്ഠരാണ്. നമുക്കൊക്കെ അറിയണ രാമായണത്തിൽ അങ്ങനെയാണ് അല്ലേ? ഗുരുശിഷ്യ സംവാദമായാലും ഉമാമഹേശ്വര സംവാദമായാലും ഗുരുവും ശിഷ്യനും ഒരുപോലെ അറിവിൻ്റെ തലത്തിൽ ഉയർന്നവരാ. അതിനൊരു പ്രധാന കാരണം പറയാ, നമ്മളൊക്കെ ഭാരതീയരാ. ഭാരതത്തിൽ ജനിച്ചവരും ഇനി ജനിക്കാനിരിക്കുന്നവരും എല്ലാവരും അറിവിൽ വിളങ്ങിയവരാ. അതിൻ്റെ അറിവിൻ്റെ കണ്ണി എവിടെയോ ഒന്ന് മുറിഞ്ഞുപോയി. അതിനെ കൂട്ടിച്ചേർക്കാനുള്ളവരാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാനും നിങ്ങളും ഒക്കെ ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഈ നവരാത്രി കാലത്ത് നമുക്കൊക്കെ അറിയാം, 9 ദിവസം, ആദ്യ ദിവസം സിദ്ധിത മുതൽ സിദ്ധിദാത്രി വരെ നമ്മൾ 9 ദിവസം ദേവി ആരാധിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തേക്കാൾ ഇത് ആഘോഷമായിട്ടും ആചാരമായിട്ടും കൂടുതൽ നന്നായി പോകുന്നത് നമ്മുടെ ഉത്തര ഭാരതത്തിലാണ്. നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ മലയാള നാട്ടിൽ അവസാന 3 ദിവസമാണ് അഷ്ടമി, നവമി, ദശമി. 3 ദിവസങ്ങളിലാണ് ഏറ്റവും നന്നായിട്ട് ആചരിക്കാറുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നവദുർഗാഭാവത്തിലാണ് ഉത്തര ഭാരതത്തിൽ ആചരിക്കണമെങ്കിൽ നമ്മൾ ഈ 3 ദേവീഭാവങ്ങൾ മാത്രമാണ് ആചരിക്കാറുള്ളത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ മഹാദുർഗയെ, മഹാകാളി ആദ്യ ദിവസം. അപ്പം എന്തിനാ മഹാകാളി? കുട്ടികൾ, നമ്മൾ പ്രത്യേകിച്ചും അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരായതുകൊണ്ട് കുട്ടികൾ സംശയം ചോദിക്കും. പലപ്പോഴും നമുക്കതിന് മുഴുവൻ ഉത്തരം പറയാൻ സാധിക്കാറില്ല മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ആചരണത്തിൻ്റെ ആകെ കുട്ടികൾക്ക് അറിയാം, പുസ്തകം പൂജയ്ക്ക് വെക്കും അല്ലേ? അതുകൊണ്ടൊരു 3 ദിവസം പഠിക്കണ്ട. ഇതിൽ കൂടുതൽ അവർ അതിൽ ചിന്തിക്കാറില്ല. നമ്മളത് ഒരു ഡീപ്പ് നോളജിലേക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാറുമില്ല പുതിയ തലമുറയിലേക്ക്. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഒരു തത്വം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാറില്ല. അപ്പോൾ ആ തത്വമായിരിക്കും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ അറിവിൻ്റെ ബോധത്തിലേക്ക് നിങ്ങളുടെ അറിവിനൊന്ന് ഉണർത്താൻ ഞാൻ തയ്യാറാകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം മഹാകാളി ഭാവത്തിലായിരിക്കും
നമ്മൾ ഈ കന്നിമാസത്തിലെ അമാവാസി തിഥി മുതൽ അമാവാസി മുതലുള്ള 9 ദിവസം, എല്ലാ മാസത്തിലും അമാവാസി മുതൽ വരുന്ന 9 ദിവസം നവമി വരെയുള്ള ദിവസങ്ങൾ ദേവി പ്രാധാന്യമുള്ളതാണ്. എന്ന് വെച്ചാൽ സ്ത്രീപക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീലിംഗ രൂപത്തിലുള്ള ഭാവത്തിന് ശക്തി കൂടുതലുള്ള സമയം എല്ലാ മാസത്തിലുണ്ടെങ്കിലും ഈ അശ്വിന മാസത്തിൽ അത് ദേവിയുടെ ഏറ്റവും മൂർധന്യത്തിലെത്തിയ സമയമാണ്. ആ സമയത്ത് ചെയ്യുന്ന ദൈവീകമായ ദേവീ പ്രാധാന്യമായ ഏതു കാര്യവും, അത് പൂജയായാലും പാരായണമായാലും ജപമായാലും അതിന് 1000 ഇരട്ടി ഫലം എന്നാ പറയുക. അപ്പം നമ്മൾ ചുറ്റും കാണുന്ന എല്ലാത്തിനെയും ആദ്യമായിട്ട് ചെയ്യേണ്ട ഏറ്റവും വ്രതാചരണത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ കാണുന്ന സർവ്വചരാചരങ്ങളെയും ആ ദേവീഭാവത്തിൽ, ആ സ്ത്രീലിംഗ രൂപത്തിൽ കാണുകയാണെങ്കിൽ അതാണ് ഏറ്റവും വ്രതാചരണത്തിൽ ആദ്യമായി വേണ്ടത്. നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കേണ്ടത് അതാണ്. എല്ലാവരും സ്ത്രീ പുരുഷ ഭേദമന്യേ സകല ചരാചരങ്ങൾ തിരിക്കുകളായാലും എല്ലാത്തിനെയും ആ ദേവിയായിട്ട് കാണണം. അങ്ങനെ നമ്മൾ ദേവിയായിട്ട് കാണുമ്പോൾ ആ ദേവീഭാവം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. വ്രതാചരണത്തിനേക്കാൾ പ്രാധാന്യം ഈ മാനസിക ഭാവത്തിനാണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം നമ്മൾ മഹാകാളി ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി ദേവി, ആ ഭാവത്തിലുള്ള ദേവിയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് മഹാകാളി ഭാവം ആദ്യം വന്നത്. അത് ഇച്ഛ, ആഗ്രഹം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ആദ്യം ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അല്ലേ. ഇപ്പം നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം എനിക്ക് എത്തിച്ചേരണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആദ്യത്തെ ഒരു വിത്ത്, ആ വിത്താണ് ആഗ്രഹം. അതിന് നമ്മൾ മഹാകാളിയെ തന്നെ ഉള്ളിലേക്ക് ആവാഹിക്കണം. അതിനേത് രൂപത്തിലാവാം. ഈ പറഞ്ഞ പോലെ ഇപ്പം പലരും ജീവിത തിരക്കുകളിൽ പൂജ ചെയ്യാൻ സമയമില്ല, അമ്പലത്തിൽ പോകാൻ സമയമില്ല, എനിക്ക് ധ്യാനിക്കാൻ സമയമില്ല, നാമജപത്തിന് സമയമില്ലാത്തവർക്ക് മാത്രം ഈ ഒരു ഭാവം കാണുന്നതെല്ലാം മഹാകാളിയായി ആദ്യം 3 ദിവസങ്ങളിൽ കണ്ടാൽ തന്നെ ഈ ധ്യാനത്തിൻ്റെ ജീവിതം തന്നെ ധ്യാനമായി 3 ദിവസം കൊണ്ട് നടന്നാൽ ഇതിൻ്റെയൊക്കെ ഫലം സിദ്ധിക്കുന്ന. അതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ അമ്പലത്തിൽ പോയില്ലേ കുഴപ്പം എന്ന് കുട്ടികൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഈ ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയാണ് ക്ഷേത്ര ദർശനവും പൂജയും നാമജപവും. ആദ്യത്തെ 3 ദിവസം മഹാകാളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ മനുഷ്യ ശരീരത്തിലും നമുക്കിപ്പോൾ കാണുന്ന ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന നമ്മുടെ ഈ ശരീരമല്ലാതെ നമ്മുടെ ഉള്ളിൽ ആത്മീയമായൊരു ശരീരമുണ്ട്. നമ്മളൊരു ആത്മീയമായ ഒരു എനർജി, ഒരു ലൈറ്റ് ബോഡി നമ്മുടെ ഉള്ളിലുണ്ട്. അത് സ്കാൻ ചെയ്ത് നോക്കിയാലൊന്നും കാണില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്. ജീവനെ നമുക്ക് കുട്ടികളോട് നമ്മൾ എന്ത് പറയും? ജീവനെ നമുക്ക് കാണാൻ പറ്റണില്ലല്ലോ. പക്ഷെ ജീവനുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ശരീരം എണീറ്റ് നടക്കുന്നത്. ആ ജീവൻ, ആ പ്രാണൻ, അതാണ് ആ ലൈറ്റ് ബോഡി. അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള മൂലാധാരം. എല്ലാവർക്കും അറിയാം ഇത്രയധികം എനർജി സെൻറ്ററുകൾ, പലതരം എനർജി സെൻറ്ററുകൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 6 ആധാര ചക്രങ്ങൾ. ആ 6 നമ്മളിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ദേവീഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതു തരം തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇന്ന് സാധിക്കാത്തതും അതാണല്ലോ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രതിസന്ധികൾ വന്നാൽ തളർന്നു പോകും. അപ്പൊ ആ മൂലാധാരത്തിലുള്ള ദേവീ ശക്തിയെ, ആ മഹാകാളി ഭാവത്തെ, ബേസ് എലമെന്റ് പൃഥ്വി തത്വത്തെ ഉണർത്തുക എന്നതാണ് ആദ്യ 3 ദിവസം മഹാകാളി ഭാവത്തിൽ ആരാധിക്കാൻ പറയുന്നത്. അപ്പൊ എന്താണ് ഈ മഹാകാളി? ഈ ഭാവത്തിലേക്ക് നമ്മൾ എന്തിനെത്തണം? നമ്മൾ ഭാരത സംസ്കാരത്തിൽ എല്ലാവരും വീരാരാധനയുള്ളവരായിരുന്നു. ആരാണ് വീരന്മാർ? എല്ലാവരും വീരന്മാരാ. വീരന്മാരും ധീരതയും വീരതയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തും ചെയ്യുക എന്നതല്ല വീരത. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതാണ് വീരത. അത് ഏതു കാര്യമായാലും. ഇപ്പം നമ്മൾ ഏതു കാര്യം ജീവിതത്തിൽ ചെയ്യുന്നുവോ, പഠിക്കുന്നവരാണെങ്കിൽ, വിദ്യാർത്ഥികളാണെങ്കിൽ പഠനം, അല്ലെങ്കിൽ അധ്യാപകരാണെങ്കിൽ അധ്യാപനം, ഒരു ഗായകരാണെങ്കിൽ ആ രീതിയിൽ അതിലെല്ലാം വീരത ഉണ്ടാവണം. അല്ലെങ്കിൽ സംസാരം കൊണ്ട് ജീവിക്കുന്ന ആളല്ലേ, സരസ്വതിയുടെ കടാക്ഷം വേണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വീരതയോടെ സംസാരിക്കാൻ, ശരിയായ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവാണ് വീരത. ശാക്തേയരാണ്. ഇപ്പം നമ്മുടെ സനാതന ധർമ്മത്തിൽ 2 രീതിയിലാണ് ആരാധനാ സമ്പ്രദായങ്ങൾ, വൈദികവും താന്ത്രികവും. താന്ത്രിക സമ്പ്രദായത്തിലാണ് ഈ ശക്തി ആരാധനയുള്ളത്. വീരാരാധന, ശക്തി ആരാധന. മനസ്സിനെയും ശരീരത്തെയും ബലപ്പെടുത്തുക എന്നാണ് ശക്തി ആരാധനയിൽ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ബലപ്പെടുത്തി മനസ്സിനെയും ശരീരത്തിനെയും ബലപ്പെടുത്താനാണ് ആദ്യത്തെ 3 ദിവസമായ മഹാകാളിയെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പം എങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും ബലപ്പെടുത്താം? മനസ്സിനെ ബലപ്പെടുത്താൻ നമുക്കറിയാം. ഇപ്പം എല്ലാവരും ജിമ്മിന് പോകാമെന്ന് പറയില്ലേ. ജിമ്മിന് പോയാൽ മാത്രം ശരീരത്തെ ബലപ്പെടുത്താൻ സാധ്യമല്ല. ഫിസിക്കൽ ബോഡിയെ ബലപ്പെടുത്താൻ സാത്വികമായ ആഹാരം കഴിക്കണം.
സാത്വികമായ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതൽ ലഭിക്കുകയും ഫിസിക്കൽ ബോഡിയെ ഫിറ്റാക്കാനും സാധിക്കും. മുമ്പൊരു മത്സരം വെച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മോശം എന്നൊന്നുമില്ല. ഏത് ഭക്ഷണമാണോ നമുക്ക് സാത്വികമായി ഉള്ളത് അത് കഴിക്കുക. അത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും സാത്വികമായി തീരും. എന്താ സാത്വികം? സാത്വികം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരോട് പറയാ പോസിറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ സാത്വികമായ ഭക്ഷണം കഴിക്കണം, സാത്വികമായ ചിന്തകൾ കൊണ്ടു നടക്കണം. ആ ചിന്ത എങ്ങനെയാ കിട്ടുക? നമ്മുടെ മനസ്സിലെയും ശരീരത്തിലെയും അകത്തും പുറത്തുമുള്ള ബാഹ്യവുമായ എല്ലാ ആസുരശക്തികളെയും, ആസുരശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ ഈ പറഞ്ഞ പോലെ മഹിഷാസുരമർദ്ദിനിയാണല്ലോ നമ്മൾ ഈ നവരാത്രി ദിനത്തിൽ ആരാധിക്കുന്നത്. അപ്പൊ മഹിഷാസുരനെ വധിക്കുന്നു എന്ന് പറഞ്ഞ മഹിഷാസുരൻ എന്നൊരു ആസുരികമായ ചിന്തയും പ്രവൃത്തിയുമാണ്. അതാണ് അസുരൻ എന്നത്. ഉള്ളിലുള്ള ആസുരികമായ ചിന്തകളെ. ഉള്ളിൽ മാത്രമാണ് ആസുരിക ശക്തികളുള്ളത്? അല്ല, പുറത്തുണ്ട്. പുറത്തെങ്ങനെയൊക്കെയാ? അപ്പോൾ നമ്മൾ കുട്ടികളെ കുറിച്ചാവുമ്പോൾ, നമുക്ക് മുതിർന്നവർക്കുണ്ട് എങ്കിലും കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പറയാം, ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ. ഇന്നിപ്പോൾ ഏറ്റവും ഞാനൊരു സൈക്കോളജിക്കൽ ഫീൽഡിലുള്ളത് കൊണ്ട്, കൗൺസിലിംഗ് ഫീൽഡിലുള്ളത് കൊണ്ട് പ്രത്യേകം പറയാണ്, കുട്ടികളൊക്കെ ഡിപ്രസ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ, ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾക്കാണ് കൂടുതൽ ഡിപ്രഷൻ, ടെൻഷൻ, ആങ്സൈറ്റി, ജന്മനാ തന്നെ ലഭിക്കുന്ന ADHD, ഓട്ടിസം ഇതൊക്കെ കൂടുതൽ കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇത്രയേ ഉള്ളൂ കാരണം, നമ്മുടേതായ ആചരണങ്ങൾ അവർ ശരിയായി ആചരിക്കുന്നില്ല. അപ്പം ഇത് ആചരിക്കണമെങ്കിൽ അവർക്ക് തോന്നൽ വേണമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ ആചരണങ്ങളിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായ സൗഖ്യം, സുഖാവസ്ഥ, ആ ഒരു ബലം നമുക്ക് ലഭിക്കും. ആദ്യത്തെ 3 ദിവസം ആസുരശക്തികളെ പുറത്തേക്ക് കളഞ്ഞ്, പുറത്തുള്ള ആസുരശക്തികൾ നമ്മുടെ ഉള്ളിലേക്കും വരാതിരിക്കാനായിട്ട് മഹാകാളി ഭാവത്തെ നമ്മൾ ആരാധിക്കുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ അപ്പം നമ്മൾ ആന്തരികവും ബാഹ്യവുമായ എല്ലാ ആസുരശക്തികളെയും കളഞ്ഞു, ബലപ്പെട്ടു, ശരീരവും മനസ്സും ബലപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും അധികം കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാണല്ലേ. ഏതൊരു പ്രശ്നം വന്നാലും, ഏതൊരു പ്രതിസന്ധി ലൈഫിൽ വന്നാലും, ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മനോബലം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് കിട്ടാനാണ് നമ്മൾ ദേവതയെ ആരാധിക്കുന്നത്. ഈ രീതിയിലും ആരാധിക്കാം. പ്രകൃതി തന്നെ ഒരു ദേവതയാണല്ലോ. അപ്പോൾ പ്രകൃതി, അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പരമാവധി നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയാണ് ക്ഷേത്ര ദർശനവും പൂജാദികളും നാമജപവും. ഒപ്പം ഈ പറഞ്ഞ പ്രകൃതിയെ മുഴുവൻ ദേവതയായി, മഹാകാളിയായി 3 ദിവസം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാം. അങ്ങനെ പറയുമ്പോൾ എന്ത് വേണം? പറഞ്ഞു കൊടുക്കുന്ന നമ്മളിലും ആ മാറ്റം ആദ്യം ഉണ്ടാവണം. കാരണം അവർ ഓരോ കുട്ടികളും മുതിർന്നവരെയാണ് അനുകരിക്കുക. അപ്പം നമ്മളിൽ ആദ്യം ഉണ്ടാക്കുക, അതിനുശേഷം അവരിലേക്ക് അത് പകർന്നു കൊടുക്കുക. അപ്പം ശരീരവും മനസ്സും ബലപ്പെട്ടു ആദ്യം 3 ദിവസത്തിൽ. അടുത്ത 3 ദിവസത്തിൽ നമ്മൾ ലക്ഷ്മി ദേവിയെയാണ് ആരാധിക്കുന്നത് അല്ലേ. എന്താണ് ലക്ഷ്മി ദേവി? ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ ആർക്കായാലും ആദ്യം മനസ്സിൽ വരിക അല്ലേ? ഐശ്വര്യം. ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. എന്താണ് ഐശ്വര്യം? സമ്പത്ത്. സമ്പത്ത് മാത്രമാണോ ഐശ്വര്യം? ഒരിക്കലും അല്ല. ഒരുപാട് സമ്പത്തുണ്ട്. മനസ്സിനും ശരീരത്തിനും ബലമില്ലെങ്കിലോ? അതില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ടാണ് ആദ്യം മഹാകാളി ഭാവത്തിൽ ശരീരവും മനസ്സും ആസുരിക ശക്തികളെ പുറത്തു കളഞ്ഞുകൊണ്ടും, പുറത്തുള്ള ആസുരിക ശക്തികളിലേക്ക് കടക്കാതെ സംരക്ഷിച്ചുകൊണ്ടും നമ്മൾ ശരീരവും മനസ്സും ബലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് സമ്പത്ത് ആവശ്യമാണ്. ആ സമ്പത്തിനെ നിലനിർത്താൻ സാധിക്കും, അതിനെ ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഭൗതികതയും ആത്മീയതയും ഒരുപോലെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. എപ്പോഴും ഇടക്കാലഘട്ടത്തിൽ ഒരു എല്ലാവരിലും മനസ്സിൽ രൂഢമൂലമായൊരു ഭാവമുണ്ട്, ആധ്യാത്മികത മാത്രമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാക്കുക. ഒരിക്കലുമല്ല. ആധ്യാത്മികതയും ഭൗതികതയും ഒരുപോലെ, ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ ഒരുപോലെ കൊണ്ടു നടന്നാൽ എപ്രകാരമാണോ പക്ഷിക്ക് ഉയർന്നു പറക്കാൻ സാധിക്കുക, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൽ എത്തണമെങ്കിൽ ഒരുപോലെ ആധ്യാത്മികതയും ഭൗതികതയും ഒരുമിച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ചോർന്നു പോകും. ഏറ്റവും അധികം സമ്പന്നമായ രാഷ്ട്രമായിരുന്നു നമ്മുടെ ഭാരതം. ഭാരതത്തിൽ സമ്പന്നതയും ആധ്യാത്മികതയും ഒരുപോലെ നിന്നിരുന്നു, ഈക്വലായിരുന്നു. അതിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമതായി ലക്ഷ്മി ദേവിയുടെ 8 ഐശ്വര്യങ്ങൾ, 8 തരത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടെന്നാണ് പറയാം.
നമുക്ക് സമ്പത്ത് മാത്രം പോരാ, ശാരീരികവും മാനസികവുമായ ബലം മാത്രം പോരാ, പിന്നെയോ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വേണം, നല്ല നാട് വേണം, നല്ല സ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിക്കണം, നല്ല സ്ഥലത്ത് ജീവിക്കാൻ സാധിക്കണം. ചുറ്റുമുള്ളതെല്ലാം, നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നല്ലതായി മാറണം, ഐശ്വര്യമുള്ളതായി. നമുക്ക് മാത്രം പോരാ, നമുക്ക് ചുറ്റുമുള്ളതും നമ്മുടെ കുടുംബവും ഐശ്വര്യമുള്ളതായി, സമ്പത്തുള്ളതായി, സൗഖ്യമുള്ളതായി, ബലമുള്ളതായി മാറണം. അതാണ് അടുത്ത 3 ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മി ദേവി ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്ക് സമ്പത്തായി, ശാരീരികവും മാനസികവുമായി ബലമായി. അടുത്ത 3 ദിവസങ്ങളിൽ നമ്മൾ സരസ്വതി ദേവിയെ ആരാധിക്കുന്നു. ആരാണ് സരസ്വതി ദേവി? ജ്ഞാനദേവതയാണ് സരസ്വതി ദേവി. നമുക്ക് എവിടെയും സരസ്വതി ദേവിയുടെ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കില്ല, അതിന് പ്രതിഷ്ഠ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താ? സരസ്വതി ദേവിയെ, ജ്ഞാനദേവതയെ തപസ്സിലൂടെ മാത്രമേ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയൂ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ കഴിയുള്ളൂ. അതാണ് അടുത്ത 3 ദിവസങ്ങൾ, അവസാന 3 ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏത് മേഖലയിലാണോ ഉള്ളത് ആ ഉപകരണങ്ങൾ പൂജയ്ക്ക് വെച്ചുകൊണ്ട്, ആയുധ പൂജ വയ്ക്കുന്നു മുതിർന്നവർ, ജോലി ചെയ്യുന്നവർ. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതോപകരണമായ പഠനോപകരണങ്ങൾ, പുസ്തകവും വിദ്യാ ഉപകരണങ്ങളും പൂജയ്ക്ക് വെച്ചുകൊണ്ട് അത് പൂജയ്ക്ക് വെക്കുകയാണ്. പിന്നെ ധ്യാനത്തിലിരുന്നുകൊണ്ട്, തപസ്സിരുന്നു കൊണ്ട്, 3 ദിവസം തപസ്സാണ്. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പൂർണ്ണമായും ധ്യാനത്തിൽ തപസ്സിലിരുന്നു കൊണ്ട് ഉള്ളിലേക്കാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രപഞ്ചമുള്ളത്. കാരണം ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ എന്ന തിരിച്ചറിവ്, ആ ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഉണരാനാണ് അവസാന 3 ദിവസത്തിൽ സരസ്വതി ദേവിയെ നമ്മൾ ആരാധിക്കുന്നത്. എല്ലാം നമ്മൾ പൂജയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആരാധിക്കുകയാണ്. ഉള്ളിലേക്ക് നമ്മളെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ 3 ദേവതകളും, ഈ സരസ്വതി ദേവി ഉണർന്നു കഴിഞ്ഞാൽ, ജ്ഞാനം ഉണർന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ശരീരവും മനസ്സും ബലപ്പെട്ടു, സമ്പത്ത് ഒരുപാടുണ്ട്. ജ്ഞാനമില്ലെങ്കിലോ, വിവേകമില്ലെങ്കിലോ, ശരിയായ വിവേകമില്ലെങ്കിൽ ഇത് നശിക്കാതെ ഈ സമയം വേണ്ട അല്ലേ? നമ്മൾ രാമായണത്തിൽ കാണുന്നുണ്ട്, നമ്മളെപ്പോഴും കാണുന്നതാണ്, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു രാവണൻ. പക്ഷെ അഹങ്കാരം, ജ്ഞാനമില്ലായ്മ, ആ യഥാർത്ഥ ജ്ഞാനം, അറിവ് പുസ്തകത്തിലുള്ള ജ്ഞാനമല്ല, സർട്ടിഫിക്കറ്റുകളല്ല, യഥാർത്ഥ ജ്ഞാനം നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്ന മഹാവാക്യങ്ങളായ തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയുള്ള മഹാവേദവാക്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം, യഥാർത്ഥമായ രൂപം മനസ്സിലാക്കുക എന്നതാണ് അവസാന 3 ദിവസങ്ങളിൽ നമ്മൾ തപസ്സിരിക്കുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്തിനെ കുറിച്ചുള്ള അഹങ്കാരം നമുക്കുണ്ടാവില്ല, ഈ വീരതയെക്കുറിച്ചുള്ള അഹങ്കാരം നമുക്കുണ്ടാവില്ല. ആ ഞാനെന്ന ഭാവത്തെ മറന്ന് ഞാൻ ആരാണ് എന്ന ശരിയായ ഉത്തരം വളരെ നന്നേ ചെറുപ്പത്തിലെ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായും ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ഉള്ളത് അതിൽ വിജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. തൃപ്തിഭാവം, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു സംതൃപ്തി ഇല്ലായ്മയാണ് നമ്മുടെ പുതുതലമുറകളിൽ ഏറ്റവും അധികം കാണുന്ന. അങ്ങനെ ആയിരുന്നെങ്കിൽ, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ആ വിദ്യാലയം ശരിയല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല മാർക്കില്ല, എൻ്റെ അധ്യാപിക എന്നെ ശരിക്ക് പഠിപ്പിച്ചില്ല അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, എനിക്ക് നല്ല സ്ഥലത്ത് ജോലി കിട്ടിയില്ല, അതിൻ്റെ കാരണം ഞാനല്ല മറ്റുള്ളവരാണ്. അങ്ങനെയുള്ള തൃപ്തിയില്ലായ്മ, ഒന്നിനും പോരായ്മ, ആ തൃപ്തിയില്ലായ്മ തോന്നുന്നുകൊണ്ട് പലപ്പോഴും മാനസികമായ വെല്ലുവിളികളിലേക്ക്, സൈക്കോളജിക്കൽ പതോളജിയിലേക്ക് പല കുട്ടികളും, നമ്മുടെ പുതുതലമുറ, കുട്ടികളെ മാത്രം പറയല്ല, പുതുതലമുറ പലപ്പോഴും എത്തിച്ചേരുന്നതിൻ്റെ കാരണം. അപ്പം നന്നേ ചെറുപ്പത്തിലെ ഒരേ സമയം ശാരീരികവും മാനസികവുമായ ബലപ്പെടുത്തൽ നമുക്ക് ഓരോ വർഷവും. അതുകൊണ്ടാണ് നവരാത്രി. എന്തുകൊണ്ട് രാത്രി ചിന്തിക്കാറുണ്ടല്ലേ? ദേവി പ്രാധാന്യമുള്ളതാണ്. ചാന്ദ്രമാസ കണക്കിൽ ചന്ദ്രൻ്റെ ദേവത എന്ന് പറയുന്നത് ദേവിയാണ്. ദേവിയാണ് അമ്മ, മാതൃഭാവമാണ്, പ്രപഞ്ചമാണ്. ആരാധനയാണ് ഏറ്റവും പ്രാചീന കാലം മുതൽ ഉണ്ടായിരുന്നത്. മഹാകാളി ഭാവത്തിലും അതുപോലെ തന്നെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ഭാവത്തിലും സരസ്വതി ദേവി ഭാവത്തിലും ഓരോ വർഷവും നമ്മളെ റിഫ്രഷ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു വർഷത്തെ ജീവിത പ്രാരാബ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലായാലും ലാപ്ടോപ്പ്, നമ്മൾ കമ്പ്യൂട്ടറായാലും കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ ഓരോന്ന് വന്ന് വീണ് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് ഹാങ് ആയിട്ടുണ്ടാവും. കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാവുന്നത് ഹാങ് ആയിട്ടുണ്ടാവും. ആ ഹാങ് അതിനെ റിഫ്രഷ് ചെയ്യുമ്പോൾ അതൊരു പുതിയ മൊബൈലായി മാറുന്നു, ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ ശാരീരികവും മാനസികവുമായ ഒരു റിഫ്രഷ്നെസ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ ഓരോ പുതിയതായ അതൊരു സംസ്കൃത വാക്കാണ്, പുതിയതായ ഒരു പുതിയ പുനർജന്മം ഓരോ വർഷവും നമുക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ട് വരാനാണ് നവരാത്രി.
എല്ലാ മാസം ഉണ്ടെങ്കിലും ഈ അശ്വിന മാസത്തിലെ ഈ നവരാത്രി ദിനത്തിൽ നമ്മൾ ആചരിച്ചാൽ നമുക്കത് എളുപ്പം കരഗതാവും. ഇപ്പം ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും 3 ഭാവത്തിൽ മാത്രമാണുള്ളത്. ആദി ഭൗതികം, ആദി ദൈവീകം, ആധ്യാത്മികം. ഏതൊരു കാര്യം 3 സമീപനം മാത്രമേ ഉള്ളൂ. ചിന്തയായാലും ഒരു പുസ്തക പാരായണമായാലും പ്രവൃത്തിയായാലും ഈ 3 ഭാവം മാത്രമുള്ളത്. ആദ്യത്തേത് ആദി ഭൗതികം. ഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ കാര്യത്തിലും ഭൗതികമായൊരു ചിന്താഗതിയോടെ മാത്രമുള്ള സമീപനം. അത് നമ്മൾ അപ്പോൾ ഈ ആരാധനയൊക്കെ ഒരു ആഘോഷമായി മാറും. ആഘോഷത്തേക്കാൾ, ആചാരത്തേക്കാൾ പ്രാധാന്യം ആഘോഷത്തിന് കൊടുക്കുമ്പോൾ ഭൗതികമായിരിക്കും. മനസ്സ് ഭൗതിക തലത്തിൽ നിൽക്കുന്നവർക്ക് ഒരു ആഘോഷമായിരിക്കും. അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ആഘോഷത്തിൽ കൂടിയായാലും അവർ ദേവതയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എനർജി ഫീൽഡിലേക്ക് കടന്നു വരാനുള്ള ആ ഒരു കവാടമാണ് ആ ഭൗതികം. ആ ആദി ഭൗതികത്തിലൂടെ ദേവിയെ മനസ്സിലാക്കി, ആഘോഷത്തിലൂടെ ആയാലും മനസ്സിലാക്കി രണ്ടാമത്തെ തലത്തിലേക്ക് എത്തുകയാണ്. രണ്ടാമത്തെ തലത്തിലാണ് ആദി ദൈവീകം. ദൈവീകമായ തലത്തിലെത്തുമ്പോൾ ആചരണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എന്തിനു വ്രതം ആചരിക്കണം, നമുക്ക് വ്രതം ആചരിക്കണം, പൂജ ചെയ്യണം, ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലണം, ക്ഷേത്ര ദർശനം നടത്തണം, വ്രതങ്ങളൊക്കെ ആചരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരും. മൂന്നാമതായ ഭാവത്തിലാണ്, അതും നല്ലതാണ്, നമ്മൾ രണ്ടാമത്തെ തലത്തിലെത്തി. അടുത്താണ് മൂന്നാമത്തേതാണ് ആധ്യാത്മികമായ തലം. അത് ശ്രേഷ്ഠ തലമാണ്. അത് യോഗികളെ പോലെ നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനകത്ത് എത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ആധ്യാത്മികം. ആധ്യാത്മികമായ മാർഗത്തിൽ നമ്മൾ 9 രാത്രികൾ, 9 ദിനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ ലൈറ്റ് ബോഡിയെ കൂടുതൽ വികസിപ്പിക്കാൻ ഏറ്റവും താഴത്തെ തലത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ച് സാത്വിക ഭാവത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഓരോ മനുഷ്യ ജന്മത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, മനുഷ്യനായി പിറന്ന നമ്മൾ ആദ്യം പുഴുപൂച്ചികളായി, കല്ലായി, മണ്ണായി, പുഴുപൂച്ചികളായി, സസ്യങ്ങളായി, അവസാനം ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നു. ആ ഒരു മനുഷ്യജന്മത്തിൽ ആദ്യത്തെ ജന്മത്തിൽ തന്നെ 7 ജന്മങ്ങളുണ്ടെങ്കിലും 7 തലങ്ങളുണ്ടെങ്കിലും 7 ആധാരചക്രങ്ങൾ, അതായത് 7 ജന്മങ്ങളുണ്ടെങ്കിലും ആദ്യത്തേതിൽ തന്നെ ആ സാത്വികതയിലേക്ക്, ഈശ്വരനായി തന്നെ മാറാനുള്ള അവസരം ഓരോ മനുഷ്യർക്കുണ്ട്. അത് നന്നേ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു അടിത്തറ നമ്മൾ നമ്മുടെ കുട്ടികളിൽ പാകിക്കൊടുത്താൽ അടുത്തൊരു ജന്മമില്ലാതെ ഈശ്വരനായി തീരുക എന്ന ഒരു സാത്വികതയിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് ഈ നവരാത്രി ദിനങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ മൂലാധാരത്തിലുള്ള ദേവതയെ ഉണർത്തി ആദ്യ ദിവസം 6 ആധാര, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നാമം ജപിക്കാറുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. 6 പടികൾ കടന്ന് ഏറ്റവും താഴെയുള്ള ശൈലപുത്രിയിൽ നിന്നും പൃഥ്വി തത്വത്തിൽ നിന്നും ഭൂമിദേവി അതാണ് ശൈലപുത്രി, ഹിമവാന്റെ പുത്രി എന്ന് ആ സങ്കല്പം വന്നത് അങ്ങനെയാണ്. മൂലാധാരത്തിലുള്ള ആ ദേവതയെ നമ്മൾ ഉണർത്തിക്കഴിഞ്ഞാൽ സാവധാനത്തിൽ പടിപടിയായി ഉയർന്ന് രണ്ടാമത്തെ തലത്തിലുള്ള ബ്രഹ്മചാരിണി തത്വത്തിലേക്ക് നമ്മൾ സ്വാധിഷ്ഠാന ചക്രയിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം മണിപൂരക ചക്രത്തിലേക്ക് കടന്ന് ചന്ദ്രഖണ്ഡയായി മാറി ആ ഭാവത്തിലേക്ക് ഉയർന്ന് അതിനുശേഷം ഹൃദയചക്രത്തിലേക്ക് കടന്ന് മൂന്നാമതായി ആ ദേവത പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം 4-ാമത്തെ ദിവസം കുഷ്മാണ്ഡാദേവി. അത് കുഷ്മാണ്ഡ, അതൊരു ഗോളരൂപത്തിലാണ് പ്രപഞ്ചം. ഈ ഗോളരൂപത്തിലുള്ള പ്രപഞ്ചത്തെ സ്നേഹം എന്ന ഭാവത്തിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുക, അത് തിരിക്കുകളെ പോലും ദേവതാഭാവത്തിൽ കാണുക. അതാണ് 4-ാമത്തെ ഹൃദയചക്രത്തിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ 4-ാമത്തെ ഭാവത്തിലെത്തി 5-ാമതായി നമ്മൾ ത്രോട്ട് ചക്രയിലെത്തുമ്പോൾ, വിശുദ്ധി ചക്രയിലെത്തുമ്പോൾ അടുത്ത ദേവത പഞ്ചമം സ്കന്ദമാതാവ്. അറിവിൻ്റെ വാക്ചാതുര്യം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും ഈ വിശുദ്ധി ചക്രം ഓപ്പൺ ആകുമ്പോഴാണ്. ഈ എനർജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാക്ശക്തി കൈവരും. നമ്മൾ പറഞ്ഞത് സത്യമാവും. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അവർ പറയുന്നത് കറക്റ്റായിട്ട് അതേപോലെ സംഭവിക്കുന്നു. ശരിയായ കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുള്ളൂ വിശുദ്ധി ചക്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഇങ്ങനെ അടുത്ത ചക്രയിൽ നിന്നും അടുത്ത നമ്മുടെ ഇവിടെയുള്ള ആജ്ഞാചക്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർകാസ്റ്റിംഗ് വെച്ച് വരാൻ പോകുന്ന കാര്യങ്ങൾ, ചില മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നവർ. പക്ഷെ ശരിയല്ലാത്ത രീതിയിൽ തെറ്റി നമുക്ക് ഈ ആധാരചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ
നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഒരു ഗുരുവിൻ്റെ ശിക്ഷണം ഒന്നുമില്ലാതെ തന്നെ നവരാത്രി ദിനത്തിൽ സാധാരണ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗുരുവിൻ്റെ ദീക്ഷ വേണം, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് വേണം. ഇതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ സാധാരണക്കാരായ നമുക്ക് ഓരോരുത്തർക്കും നവരാത്രി ദിനത്തിൽ ഓരോ ദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ധ്യാന ശ്ലോകം ചൊല്ലിയാൽ മാത്രം ലഭിക്കുമെന്നുള്ളത് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ തലങ്ങളിലൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. അവസാനമായി ആറാമതായിട്ട് നമ്മൾ ഷഡ്ഹാധാര ചക്രമായ നമ്മുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ സദാശിവ ചക്രത്തിലേക്ക് നമ്മൾ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിജയം മാത്രമാണ്. ഇങ്ങനെ ഓരോ തലങ്ങളും കടന്ന് ഇതുവരെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ എത്തേണ്ടതുള്ളൂ. അതിലും അപ്പുറം കടന്ന് 9 ദിവസങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബലപ്പെടുത്തി ദേവതാ സ്വരൂപമായി മാറാൻ വേണ്ടി കൂടിയാണ് നവരാത്രി ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നത്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തലം. യോഗികളെല്ലാം ചെയ്യുന്ന, അവരുടെ എല്ലാം നമ്മുടെ ഭൂമിയിൽ ജനിച്ച, നമ്മുടെ ഭാരതഭൂമിയിൽ ജനിച്ച എല്ലാവരും യോഗികളാണ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ നവരാത്രി കാലത്ത് നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ് മാതൃപൂജ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സംശയം ചോദിക്കാറ്, എന്തിനാണ് അമ്മയെ പൂജിക്കുന്നത്? തീർച്ചയായും ഓരോ അമ്മമാരും, അമ്മ എന്ന് പറയുമ്പോൾ ജന്മം നൽകിയ ആൾ മാത്രമല്ല, ഒരു സ്ത്രീയായി ജനിച്ചാൽ തന്നെ അവരെ അമ്മ എന്നാ പറയണ്ടേ. കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അമ്മഭാവം അവരിൽ, സ്ത്രൈണത അവരിലുണ്ടാവും. ബ്രഹ്മദേവൻ കഴിഞ്ഞാൽ സൃഷ്ടികർമ്മം നടത്താൻ യോഗ്യതയുള്ളവരാണ് ഓരോ മാതൃദേവതകളും. അവർ ദേവതാ സ്വരൂപങ്ങളാണ്. വളരെ നന്നേ ചെറുപ്പത്തിലെ തന്നെ ആ മാതൃഭാവം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരൊക്കെ മാതൃദേവതകളാണ്. അത് മനുഷ്യർ മാത്രമല്ല, തിരികളാണെങ്കിൽ പോലും. അങ്ങനെയുള്ള ദേവതകളെ കാണുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ വന്ദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മാതൃദേവതകൾക്ക് അനുഗ്രഹ ശക്തി ഉണ്ട്. എവിടെയൊക്കെ അനുഗ്രഹ ശക്തി ഉണ്ടോ അവർക്കൊക്കെ നിഗ്രഹ ശക്തി ഉണ്ടാവും. അപ്പോൾ ഓരോ മാതൃദേവതകളും ആ ഭാവം ഉൾക്കൊണ്ട്, ഈ മാതൃദേവതാഭാവം, ഈ 3 ഭാവങ്ങളും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപങ്ങളായി മാറി, ദുർഗാദേവിയായി മാറി ആ രൂപത്തിലേക്ക് ഈ വ്രതങ്ങളെല്ലാം എടുത്തു, നന്നേ ചെറുപ്പത്തിലെ വ്രതങ്ങൾ എടുത്തുകൊണ്ട് ആ അമ്മ ദേവത ഒരു അമ്മയായി മാറുമ്പോൾ, ശരിയായ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ മഹതിയായി വളർത്താൻ ആ അമ്മയ്ക്ക് സാധിക്കും. യാതൊരു സംശയമില്ല. അനുഗ്രഹ ശക്തി നമ്മൾക്ക് ഓരോ ദിവസവും, ഓരോ നവരാത്രി കാലത്തും പ്രത്യേകിച്ച് കൂടുതൽ നല്ലോണം ഉണ്ട്. അപ്പം നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് കൈവച്ച് അനുഗ്രഹിക്കാം. അപ്പം ഈ 3 ഭാവം ഒരു അമ്മ കൈക്കൊള്ളേണ്ടതുണ്ട്, ഒരു സ്ത്രീ കൈക്കൊള്ളേണ്ടതുണ്ട്. നവരാത്രി കാലത്ത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ. അതേതാ? നമ്മൾ നേരത്തെ പറഞ്ഞ കാളീഭാവമൊക്കെ കുട്ടികൾ ദിവസവും കാണുന്നതാ അല്ലേ? ഹോംവർക്ക് ചെയ്യാണ്ടാവുമ്പോൾ അമ്മമാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കാളീഭാവം നമ്മൾ കുട്ടികൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതെങ്ങനെയാണ് കാളീഭാവം വരുന്നത്? നമ്മൾ പറയും ധർമ്മപത്നി എന്നാ പറയാം. സ്ത്രീയാണല്ലോ. ധർമ്മപതി എന്നും ആരും പറയാറില്ല. എന്തായിരിക്കും കാരണം? പതിയെ നമ്മൾ അരുന്ധതി നക്ഷത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കൈപിടിക്കുമ്പോൾ വിവാഹ സംസ്കാരത്തിൽ നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്, പുതിയ വധുവും വരനും കൂടി. അപ്പോൾ ധർമ്മപാതയിൽ ചരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ജന്മം നൽകാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കും, ജീവിതകാലം മുഴുവൻ ഒരുമിച്ചായിരിക്കും എന്നൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു സങ്കല്പം നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധർമ്മപത്നിയുടെ ധർമ്മം എന്നാൽ കടമ. ആ കടമ എന്താണ്? പതിയെ നേരായ മാർഗത്തിൽ ചരിപ്പിക്കുക എന്നൊരു പത്നിയുടെ ധർമ്മമാണ്. സ്ത്രീയുടെ, കാരണം എന്താ? സ്ത്രീ ദേവതയാണ്, പ്രപഞ്ച ശക്തിയാണ്. അതുകൊണ്ട് അപ്പോൾ ആ പതി ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചാൽ അദ്ദേഹത്തെ നേർപാതയിലേക്ക് നയിക്കേണ്ട കർത്തവ്യം ഓരോ സ്ത്രീക്കുമുണ്ട്, ഓരോ അമ്മയ്ക്കുമുണ്ട്. അപ്പം മക്കളെയും ധർമ്മപാതയിൽ ചരിപ്പിക്കണമെങ്കിൽ കാളീഭാവം ചില സമയത്ത് ഉൾക്കൊള്ളേണ്ടത് വരും. അവർ പറയുന്ന അതുപോലെ തലകുലുക്കി സമ്മതിക്കുക. ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചാൽ അവരെ കാളീഭാവത്തിൽ, ദേഷ്യഭാവമൊക്കെ ചില സമയത്ത് പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാരം. നമ്മളതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടായാലും അവരെ ധർമ്മമാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഓരോ മാതൃദേവതകൾക്കും ഉണ്ട്. രണ്ടാമതായി ലക്ഷ്മീഭാവം കൈക്കൊണ്ട് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരേണ്ടതും ഒരു മാതൃദേവതയുടെ കടമയാണ്. അപ്പം എന്തുകൊണ്ട് മാതൃദേവത? ഒരു ക്ലോക്ക് നമുക്ക് ഘടികാരത്തിൻ്റെ പിവോട്ട് അല്ലേ, സെൻറ്റർ പോയിന്റ്, ആ ആണി ഊരിയെടുത്താൽ എന്തുണ്ടാവും?
സൂചികളെല്ലാം പല വിധത്തിൽ പോലെ അതിൻ്റെ ധർമ്മ മനുഷ്യ ക്ലോക്കിന് സാധ്യമാവില്ല. അതുപോലെ ഒരു കുടുംബമാകുന്ന ഘടികാരത്തെ ചേർത്ത് നിർത്തേണ്ടവളാണ് ഓരോ അമ്മയും. ജനിച്ചു വീഴുന്ന അന്ന് മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഉപദേശ രൂപേണയല്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ട് കാണിച്ചു കൊടുത്താൽ, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുട്ടികളും ധർമ്മമാർഗം വെടിയില്ല. അങ്ങനെയുള്ള ഒരു മാതൃദേവതയ്ക്ക് ഉണ്ടാകുന്ന പുത്രനും പുത്രിയും തീർച്ചയായും മഹാന്മാരും മഹതികളായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പം ഇതാണ് നമ്മൾ സൈക്കോളജിയിലായാലും പഠിക്കാനുള്ളത്. നമ്മുടെ മനഃശാസ്ത്രത്തിലും പറയുന്നത് തന്നെയാണ്. അതിലിപ്പോൾ അടുത്ത കാലത്തുള്ള റിസർച്ചിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സ്വഭാവമായാലും ഒരു പേഴ്സണാലിറ്റി ഒരാളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കുട്ടിയെ വളർത്തുന്നു എന്ന് പറയുന്ന ആളുകളാണെങ്കിലും അമ്മയാണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം പ്രഹ്ലാദൻ്റെ കഥയൊക്കെ, വയറ്റിലിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മയും. അമ്മയുടെ ചിന്തകൾ പോലും ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പേഴ്സണാലിറ്റിയിൽ പ്രാധാന്യമുണ്ട്. ജീനുകളിൽ കൂടെ വരുന്ന സ്വഭാവം, ജനറ്റിക്സ് ഒരു 100% എന്ന് തന്നെ പറയാം അമ്മയിൽ നിന്നാണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഓരോ മാതൃദേവതാഭാവം ഉൾക്കൊണ്ട് മക്കളെ അനുഗ്രഹിക്കാൻ കിട്ടുന്ന സമയമാണ് ഈ നവരാത്രി കാലം. നവരാത്രിക്ക് കുട്ടികൾ മാതൃപൂജ നടത്തുന്നതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് അതാണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദു ഭവനങ്ങളിലും അത്യാവശ്യമായി ചെയ്യേണ്ടത്. അതിൻ്റെ തത്വം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നവരാത്രിക്കാണ്. പിന്നെ വിജയദശമിക്ക് നമ്മുടെ മക്കളെ വിജയിപ്പിക്കാനായിട്ട് നമ്മുടെ അനുഗ്രഹം അവർക്ക് കൊടുക്കണം. അനുഗ്രഹം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ അനുഗ്രഹ ശക്തി ഉണ്ടെങ്കിലും അതിനെ ഉണർത്താൻ, ഓരോ വർഷവും ഉണർത്താനുള്ള ഒരു അവസരമാണ് നവരാത്രി. അപ്പം എല്ലാ അമ്മമാരും ഈ നവരാത്രി കാലം ഈ അനുഗ്രഹ ശക്തി നമ്മുടെ ഉള്ളിൽ ഉള്ളത്, ഉറങ്ങിക്കിടക്കുന്ന ഡോർമൻ സ്റ്റേജിലുള്ള ഈ അനുഗ്രഹ ശക്തിയെ ഉണർത്തി, നിഗ്രഹശക്തി നമുക്ക് വേണ്ട. എന്നാൽ ചില സമയങ്ങളിലോ നമ്മുടെ മക്കളിലും ഒപ്പം നമ്മുടെ സമൂഹത്തിലും ഉള്ള ചില ആസുരഭാവങ്ങളെ നിഗ്രഹിക്കാനായി കാളീഭാവം ചില സമയങ്ങളിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇങ്ങനെ 3 ഭാവത്തിൽ ഓരോ സ്ത്രീകളും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ആ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബമായിരിക്കും. ഒരു കുടുംബം ശ്രേഷ്ഠമായാൽ സ്വാഭാവികമായും ആ സമൂഹം ശ്രേഷ്ഠമായിരിക്കും. ആ സമൂഹം ശ്രേഷ്ഠമായാൽ തീർച്ചയായും ആ രാഷ്ട്രം ഏറ്റവും ശ്രേഷ്ഠമായ രാഷ്ട്രമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക പ്രാധാന്യം ദേവതാഭാവം നൽകി ആരാധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വിജയദശമി ദിവസം കന്യകാപൂജ നടത്താറുണ്ട്. അതിൻ്റെ തത്വവും ഇത് തന്നെയാണ്. അങ്ങനെ എല്ലാ വർഷവും ഓരോ മാതൃദേവതകൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി സിനിജി. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും ഇതുപോലെ അത് അതിൻ്റെതായിട്ടുള്ള ഓർഡറായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നതോട് വളരെയധികം നന്ദി. ഇന്ന് ഞാൻ